ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയതാട്ടോ. വൈകുന്നേരമൊക്കെ സമയത്താണ് നമ്മൾ പോയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സായൂണിലാണ് നോക്കിയത്. അവിടെ ഹാങ് ചെയ്തിട്ട് ഡിസ്പ്ലേയിലിട്ടൊക്കെ കുറേ നോക്കി. പിന്നെ ഇങ്ങനത്തെ പ്രിൻ്റഡൊക്കെ നോക്കി. ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അവന് സൈസ് ശരിയാവുന്നില്ല. തടിയില്ലല്ലോ, ഹൈറ്റ് ഉണ്ട് പക്ഷെ തടിയില്ല. അപ്പോൾ ഈ ഒരു ഷർട്ടിന് ഞങ്ങൾ എടുത്തത് കേട്ടോ. കാരണം ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി പോലൊരു ബാക്ക് സൈഡ്. അപ്പോൾ ആ ഒരു ഷർട്ട് എടുത്ത് പിന്നെ ഞങ്ങൾ ഇതിട്ട് നോക്കി, പക്ഷേ ഇഷ്ടപ്പെട്ടില്ല, എടുത്തില്ല. പിന്നെ ഉണ്ണിയേട്ടൻ എടുത്തത് ഈ ഒരു വൺ സൈഡ് കഥകളീൻ്റെ ഒരു ചെറിയൊരു പ്രിൻ്റ് വരുന്ന ഒരു നീല. പിന്നെ എൻ്റെ ഈ ഡ്രസ്സ് കേട്ടോ, ഇത് ഞാൻ മുന്നേ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഇത് അവിടെ കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അന്നത് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാനപ്പോൾ എടുത്തില്ല. ഇപ്രാവശ്യം ഞാനിത് ഓണത്തിന് പോയപ്പോൾ ഇത് ചോദിച്ചു വാങ്ങി. കാരണം അവിടെ ഹാങ് ചെയ്തിട്ടൊന്നുമില്ല. അവർ പറഞ്ഞു സ്റ്റോക്ക് ഔട്ടായി പോയി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ എനിക്ക് തന്നെ വേണമെന്നുണ്ടായിരുന്നു. ഇതും മനസ്സിൽ വെച്ച് ഞാൻ പോയത്. അങ്ങനെ അവരെന്ത് ചെയ്തു, അവിടെ നിന്ന് ഒരു ചേച്ചി തപ്പിപ്പിടിച്ചെടുത്ത് തന്നു. ലാസ്റ്റ് ഒരു പീസ് ഉണ്ടായിരുന്നു ഇത്. അപ്പം ഞാൻ നോക്കി എൻ്റെ കറക്റ്റ് സൈസിനുള്ള ആ ഒരു സെയിം പീസ് തന്നെ കിട്ടുകയും ചെയ്ത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചെടുക്കാൻ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കൂലേ. അങ്ങനെ നമ്മൾ മൂന്നാളും ഡ്രസ്സൊക്കെ എടുത്ത്. പിന്നെ ഉണ്ണിയേട്ടൻ പാൻറ്റ് അവിടെ നിന്ന് എടുത്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മളത് പുറത്തുനിന്ന് എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കൽപ്പറ്റയുള്ള എസ് ഭാരതിൽ നമ്മൾ കൂടുതലും ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എസ് ഭാരതിലേക്ക് പോവുക. അപ്പോൾ കുറച്ചാണെങ്കിലും കുറയാണെങ്കിലും നമ്മൾ ആദ്യം അവിടെ പോകും. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ കയറുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സായു അവിടെയുള്ള സ്റ്റാഫിൽ ആ ബില്ലിങ്ങിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് ഭയങ്കര അവരിങ്ങനെ പുറത്ത് പോയ ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വീട്ടിലൊരാൾ വന്നാവും മിണ്ടൂല, അവൻ പുറത്ത് പോയാൽ പുറത്തുള്ള അവൻ അറിയാത്ത ആൾക്കാരോടൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെയുള്ള ഒരു ചേച്ചീനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ബില്ലൊക്കെ അടിച്ച് ഇറങ്ങി. പിന്നെ നമ്മൾ പോയത് ഈസി ബൈയിലേക്ക്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈസി ബൈ ഉള്ളത് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്ത് ആ കവറ് അപ്പുറത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോയി വണ്ടിയിൽ. അപ്പോൾ ഈസി ബൈ കയറിയിട്ട് ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. കാരണം ഞാൻ പിന്നെ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല, സാധനവും കിട്ടിയില്ല. പിന്നെ ഞാനെന്ത്, എനിക്ക് ഹാമ്പറിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ ഷോപ്പായ അവിടെ പോയി. ഇവിടുത്തെ ഈ ഒരു സ്റ്റെയർ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ കുത്തനെയാണ്, പക്ഷെ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി അടിച്ച് കയറുന്ന ഒരു സ്റ്റെയർ, നല്ല രസമാണ് അത്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് എനിക്ക് വേണ്ട കുറച്ച് ഫ്ലവേഴ്സും പിന്നെ അതിൻ്റെ ഇടയിൽ വെക്കുന്ന ഡെക്കറേഷൻ വെക്കുന്ന സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. കാരണം ബൊക്കേനൊക്കെ ആവശ്യം വരുന്ന സാധനങ്ങൾ ഇതൊക്കെ. അപ്പോൾ അത് വാങ്ങി. പിന്നെ ഇങ്ങനത്തെ ഒരു മറ്റേ ലീഫില്ലേ, നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഹാങ് ചെയ്തിടുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തു കേട്ടോ. എനിക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഞാനിങ്ങനെ ഈ ബട്ടർ നാനും പിന്നെ ഹണി ചില്ലി ആ ഒരു സംഭവം എനിക്കിപ്പോൾ കറൻ്റ്ലി ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഈ ബട്ടർ നാൻ. അപ്പോൾ എവിടെ പോയാലും ഞാനിപ്പോൾ അത് ഇങ്ങനെ തിന്നാൻ തോന്നും, അതാണ് വാങ്ങുക. നമ്മൾ പിന്നെ ലാസ്റ്റ് രാത്രി ഇറങ്ങി. അന്നാണ് നല്ല മഴയായിരുന്നു. പിന്നെ വീട്ടിലെത്തിയിട്ടോ, വേഗം ഡ്രസ്സൊക്കെ മാറി. എനിക്ക് നാളെ കൊറിയർ അയക്കാനുള്ള കുറേ സാധനം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 1000 കാർഡിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് പാക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഈ ബാക്കിൽ കാണുന്ന എല്ലാം എനിക്ക് പെറുക്കി വെക്കാനുണ്ട്. എനിക്ക് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം, അവൻ ഉറക്കിയിട്ട് വേണം അതൊക്കെ ഒന്ന് പെറുക്കി വെക്കാൻ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.